ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഇന്ന് ഒത്തിരി വചന പ്രഘോഷണങ്ങളും സുവിശേഷ ശുശ്രൂഷകളും കാലാനുസൃതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നിറവേറ്റപ്പെടണ്ടേ. ഞാനിപ്പോൾ യൂട്യൂബിൽ 2700ഓളം വീഡിയോകൾ വചന പ്രഘോഷണ മേഖലയിൽ ചെയ്യാൻ ദൈവകൃപയാൽ എനിക്ക് സാധിച്ചു. അപ്പോൾ ചിലരൊക്കെ കമൻ്റ് ഇടുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് എന്താ, ഇതിനെക്കുറിച്ച് എന്താ പറയാറുള്ളത്, അല്ലെങ്കിൽ അവിടത്തെക്കുറിച്ച് എന്താ, ഇവിടത്തെക്കുറിച്ച് എന്താ, അതിന് പോകാമോ ഇതിന് പോകാമോ എന്നൊക്കെ. അപ്പോൾ അത് നമ്മുടെ മനസാക്ഷിക്കനുസരിച്ചും ദൈവാത്മാവ് തരുന്ന പ്രബോധനം അനുസരിച്ചും ചെയ്യുക. യേശുവിനെ അനുഭവിച്ചറിഞ്ഞ ഓരോ വ്യക്തിയും സുവിശേഷ വേലയ്ക്കായിട്ട് അർപ്പിതരാണ്. പ്രത്യേകിച്ച് മാമോദിസായിലൂടെ സ്വീകരിക്കുമ്പോൾ മാമോദിസ ചടങ്ങിൽ വൈദികൻ നെറ്റിമേൽ കുരിശടയാളം വരച്ച്, ചുണ്ടിന്മേൽ കുരിശടയാളം വരച്ച്, നെഞ്ചിൽ കുരിശടയാളം വരച്ച്, കണ്ണിൽ കുരിശടയാളം വരച്ച്, കാതിൽ കുരിശടയാളം വരച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. വചനം പ്രഘോഷിക്കാൻ, ദൈവമഹത്വം കാണാൻ, ദൈവസ്വരം കേൾക്കാൻ, ദൈവഹിതം ജീവിക്കാൻ അവിടുന്ന് നിന്നെ അഭിഷേകം ചെയ്യട്ടെ, പരിശുദ്ധാത്മാവ് വേണ്ട ശക്തി തരട്ടെ എന്ന് മാമോദിസയിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി അങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഈശോയ്ക്ക് അർപ്പിതരായ വ്യക്തികളാണ് മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയും യേശുവിന് സാക്ഷ്യം നൽകുവാനായിട്ട്. പിന്നെ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ലൂക്ക 21:8 അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയമെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. അപ്പോൾ അവൻ ഞാനാണെന്ന് പറയും, സമയമെടുത്ത് ഇനി ഒട്ടും വൈകാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ നാമത്തിൽ? ഈശോയുടെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. അതുകൊണ്ട് കുറവുകളില്ലാത്ത ആരുമില്ല, പൂർണ്ണനായവൻ ദൈവം മാത്രമേ ഉള്ളൂ. ശുശ്രൂഷകരായിട്ട് വിളിക്കപ്പെടുന്ന വ്യക്തികൾ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിലും അവർക്ക് ദൈവത്തിൻ്റെ സ്ഥാനമില്ല. ഇതാ അവൻ ഞാനാണ് എന്നും സമയമെടുത്തു എന്നും പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. സ്വയം ദൈവമായിട്ട് അവരോധിക്കപ്പെടാതിരിക്കാനും ആരാധിക്കാതിരിക്കപ്പെടാനും ഉള്ള ശ്രദ്ധ അവിടെ ഉണ്ടാകണേ. രക്ഷകനിലേക്ക്, ഈശോയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണോ ശുശ്രൂഷകൾ വചനമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് മത്തായി 7:15 പറയുന്നുണ്ട്, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആടുകളുടെ വേഷത്തിലാണ് വന്നത്, പക്ഷെ ഉള്ളിൽ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കും. ഉള്ളിൽ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. മത്തായി 7:15. വീണ്ടും ശക്തമായൊരു വചനം 2 പത്രോസ് 2:1 ഇസ്രായേൽ ജനതകൾക്കിടയിൽ വ്യാജപ്രവാചകന്മാരുണ്ടായി. പിന്നെ ഇവരുടെ കാര്യം, നമ്മുടെ കാര്യം പറയാനുണ്ടോ? അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വെക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കും. കത്തോലിക്ക സഭയിലൂടെ തരുന്നതോ അല്ലെങ്കിൽ വചനത്തിലൂടെ തരുന്നതോ അല്ല. ഇതാ സ്വയം വ്യാഖ്യാനങ്ങളും വളച്ചൊടിക്കലും ഉണ്ടാകും. രഹസ്യത്തിലായിരിക്കും പരിപാടികൾ. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ. അതുകൊണ്ട് വചനം, മെസ്സേജ് വളർത്തുന്നതാണോ തളർത്തുന്നതാണോ ഭയപ്പെടുന്നതാണോ? ആത്യന്തികമായിട്ട് കർത്താവിൻ്റെ മെസ്സേജിൻ്റെയൊക്കെ ഒരു അടയാളം എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് കഥകടച്ച് ചെന്നപ്പോൾ നടുക്ക് പ്രത്യക്ഷപ്പെട്ട് യേശു പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട. അങ്ങനെ ആശ്വാസദായമായ ഒത്തിരി വചനങ്ങളുണ്ട്. യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. സങ്കീർത്തനം 27:10 അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും നിന്നെ കർത്താവ് നിന്നെ കഴിയും. അപ്പനും അമ്മയാണ് ശത്രുക്കൾ, അവരെന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതുപോലെയുള്ള സിഗ്നലുകൾ ശ്രദ്ധിക്കുക. അപ്പനും അമ്മയും എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്, പെങ്ങൾ എന്തോ ചെയ്ത് മനസ്സിലാകാൻ വേണ്ടി ചില അടയാളങ്ങൾ പറയുകയാണ്. വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കും, തങ്ങളെ വില കൊടുത്ത് വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യുന്നു. ഈ ഒറ്റ കാര്യം കൊണ്ട് അവർ രക്ഷകനെ നിഷേധിക്കുകയും കുരിശിൽ തറയ്ക്ക് ആരോ എന്തോ ചെയ്തു വെച്ച്, വീടിൻ്റെ കുഴപ്പം, സ്ഥലത്തിൻ്റെ കുഴപ്പം, സ്ഥാനത്തിൻ്റെ കുഴപ്പം, സമയത്തിൻ്റെ കുഴപ്പം, ഇതൊന്നും ക്രിസ്തീയ രൂപയിൽ പെട്ടതല്ല. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുക. രഹസ്യത്തിൽ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കും. കേൾക്കുമ്പോൾ ഭയങ്കര അട്രാക്ഷനും ഭയമൊക്കെ ഉളവാക്കുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ അത് വിനാശകരമായ അഭിപ്രായങ്ങളായിരിക്കും. അവരുടെ സ്വന്തം അഭിപ്രായമാണ്. കർത്താവിൻ്റെ പാക്കറ്റിലാക്കി കൊടുക്കുകയാണ്. രഹസ്യത്തിൽ പഠിപ്പിക്കും. തങ്ങളെ വില കൊടുത്ത് വാങ്ങിയ നാഥനെ നിഷേധിക്കുകയും
ചെയ്യും. അങ്ങനെയുള്ളവർക്ക് കൊടപിടിക്കുകയോ കൂട്ടു നിൽക്കുകയോ അത് വിശ്വസിക്കുകയോ ചെയ്യരുതെന്നാണ് 2 പത്രോസ് 2:1 അസന്ധിഗ്ധമായിട്ട് വിശുദ്ധ പത്രോസ്ലീഹ പഠിപ്പിക്കുകയാണ്. 2 പത്രോസ് 2:1. വീണ്ടും 2 തെസ്സലോനി 2:3 വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകളാണ്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. അതുകൊണ്ടാണ് യേശുനാഥൻ പറഞ്ഞത്, നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും ആയിരിക്കുവിനെന്ന്. അതുകൊണ്ട് ഇതാ സ്വർണത്തിൽ വില കൂടുന്നതനുസരിച്ച് മായവും തട്ടിപ്പും മുക്കുബണ്ടവും മോഷണവും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ എന്നും പറഞ്ഞ് സ്വർണത്തിൻ്റെ മാറ്റ് കുറയുന്നുണ്ട്. തങ്കം തന്നെയാണ്. അതിൻ്റെ വിലയുണ്ട്, അതിൻ്റെ മൂല്യവുമുണ്ട്. അത് കൂടിക്കൊണ്ടിരിക്കുക. കള്ളനോട്ട് ഇറങ്ങണമെന്നും പറഞ്ഞിട്ട് ഒരു നോട്ട് നിരോധനം വന്നതോടുകൂടി എന്തോരം ഭവിഷ്യത്തുകൾ എല്ലാ മേഖലയിലും അനുഭവിച്ചു. അതുകൊണ്ട് പെട്ടെന്നൊന്നും അത് നിരോധിക്കാനായിട്ട് സാധ്യമല്ല. ഇതുപോലെ തന്നെ വചനപ്രഘോഷകർ സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. ഇനി അത് അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള അവരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക. അതേ ഉള്ളൂ വഴി. വിനാശകരമായ അഭിപ്രായങ്ങളാണ് എങ്കിൽ സഭയ്ക്കെതിരെയോ അത് ഫിൽറ്റർ ചെയ്യണം. സഭയ്ക്കെതിരെയുള്ള പഠനങ്ങളാണോ, അല്ലെങ്കിൽ ദൈവവചനത്തിനെതിരെയുള്ളതോ, പാരമ്പര്യത്തിന് നിരക്കാത്തതോ. മതാധ്യാപകനായിട്ട് ഒരു 12 വർഷം സേവനം ചെയ്യാൻ ദൈവം കൃപ തന്നു, ഞാനും എൻ്റെ ജീവിത പങ്കാളി. അപ്പോൾ ചളിക്കവട്ടം ശാന്തിനഗർ സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലാണ് 6 വർഷം HM ആയിട്ട് ജോലി എടുക്കാൻ സാധിച്ചു. ഞാൻ അതിൻ്റെ മഹത്വം പറയാനല്ല, അത് മഹത്വം തന്നെയാണ്, ദൈവാനുഗ്രഹമാണ്. പക്ഷേ ആ സമയത്താണ് നമ്മൾ കാറ്റിസം പഠിച്ച നാളിൽ അത്രയും കാറ്റിസം പഠിക്കാനോ ഉൾക്കൊള്ളാനോ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അറിവും പ്രായമൊക്കെ ആയപ്പോൾ മറ്റു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അതെല്ലാം അരിച്ചു പെറുക്കി പഠിക്കാനിടയായപ്പോൾ ഈ പാരമ്പര്യം എന്താണ്, സഭാ പാരമ്പര്യം എന്താണ്, വചനം എന്താണ്, പ്രബോധനം എന്താണ്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കുറേ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയെന്നൊന്നും പറയാം, കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി അതൊക്കെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നല്ലൊരു ഗ്രന്ഥമാണ് പോപ്പ് എമരിറ്റസ് ബെനഡിക്ട് 16 മാർപ്പാപ്പയിലൂടെ നമുക്ക് കിട്ടിയ യൂക്കാറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. അപ്പോൾ വചനത്തിൽ പഠിക്കാനും ക്രിസ്തീയമായ അടിത്തറയിൽ വളരാനും ആഗ്രഹിക്കുന്നവർക്ക് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും സഭയുടെ പ്രബോധനങ്ങളും വിശുദ്ധരുടെ ടിപ്സുകളും എല്ലാം അതിൽ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നാൽ തക്ക സമയത്ത് തെറ്റായ പ്രബോധനങ്ങൾ കേൾക്കേണ്ടി വരുമ്പോഴും ഒരു ജാഗ്രത, ഇത് കള്ളനല്ലേ, ഇത് കള്ളനാടയാണോ കള്ളനോട്ടാണോ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് ആ ദിവസത്തിന് മുമ്പ് ആദ്യ കാലത്തുണ്ടായിരുന്ന ആ സാത്താൻ ഇന്ന് പുതിയ പാക്കേജുകൾ പുതിയ രൂപത്തിൽ വരും. വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് പ്രവചനങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറണ്ടേ എന്നും പറഞ്ഞ് ചെയ്യേണ്ട നന്മ മുറിയടച്ചിരുട്ടാണെന്നും പറഞ്ഞ് അവിടെ ഇരുന്നാൽ മതി. വെളിച്ചം കൊണ്ടുവരണം. നമ്മളെ ശുശ്രൂഷകരെ ദൈവം ഏൽപ്പിച്ച കടമകൾ നമ്മൾ ചെയ്യുക. അത് സ്വീകരിക്കുന്നവർ വിവേകത്തോടെയും പരിശുദ്ധാത്മ നിറവിലും പ്രാർത്ഥനയോടെയും സഭാപ്രബോധനം പാരമ്പര്യ മേഖലകൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുക. അപ്പോൾ അപ്പോസ്തലബോധനം 5:20 പറയുന്നുണ്ട്, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അത് ദൈവകൽപ്പനയാണ്. എല്ലാ ജനങ്ങളോടും, യേശുവിനെ അറിഞ്ഞവരോടും അറിയാത്തവരോടും ഒക്കെ എന്ത് ചെയ്യണം? സുവിശേഷത്തിന് സാക്ഷ്യം നൽകണം. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയുടെ വാക്കുകൾ പ്രകാരമാണ്, വചനം പ്രസംഗിക്കുന്നവരെയല്ല വചനം ജീവിക്കുന്നവരെയാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം. സഭ അന്വേഷിക്കുന്നത് അത്തരക്കാരെയാണ്. അപ്പോൾ നമ്മൾ വചനപ്രഘോഷണ സുവിശേഷ വേലകൾ ചെയ്യുന്നവരാണെങ്കിൽ വചന പ്രസംഗം നല്ലത് തന്നെയാണ്, അത് നമ്മുടെ കടമയാണ്. അതോടൊപ്പം സുവിശേഷം ജീവിക്കുന്നവരാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക, അതിലേക്ക് വളരാനായിട്ട് ശ്രമിക്കുക. റോമ 15:20 പറയുകയാണ്, അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇതാ വേറുള്ളവർ ചെയ്തതിൻ്റെ പുറകെ നടന്ന് അതിനെ പിന്തുടർന്ന് അല്ലെങ്കിൽ തമ്മിലൊരു അസ്വസ്ഥതയോ ചോദ്യങ്ങളോ ഉണ്ടാകാത്ത രീതിയിൽ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു? സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു. അതുകൊണ്ട് ഓരോ ശുശ്രൂഷകരും ഇനിയും
വചനം എത്താത്ത ഇടങ്ങളിലും വ്യക്തികളിലും കുടുംബങ്ങളിലും ഒക്കെ എത്തിക്കണം. ഇന്ന് എന്നെ കാണാനും കണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി വന്ന എറണാകുളത്തുള്ള ഒരു വ്യക്തി, കുടുംബം ഒരു വലിയ തകർച്ചയിലും പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു വന്നപ്പോഴാണ് അയാളുടെ കൂട്ടുകാർ പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ധ്യാനം വല്ലതും കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂടാറുള്ള ആളാണോ? അപ്പോൾ ഈ അടുത്ത ഇടയാണ് അങ്ങനെ ഒരെണ്ണം കൂടിയത്. പിന്നെ ഒരു ദിവസത്തെ ഇത് കൂടി, അതിനുശേഷം ബ്രദറിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തു എന്ന് പറയുകയാണ്. ഇപ്പോഴും ഇതൊന്നും കൂടാത്ത, അല്ലെങ്കിൽ കൂടിയിട്ടില്ലാത്ത, അറിയാത്ത, ഇതൊന്നും നമുക്കുള്ളതല്ല എന്ന മട്ടിലൊക്കെ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ചുണർത്താൻ, അവർക്കൊക്കെ വചനം കൊടുക്കാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടവരാണ്. എഫെസസ് 3:7 പറയുകയാണ്, ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. എഫെസസ് 3:7, ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. അതുകൊണ്ട് കൃപ ലഭിച്ചാലേ ഈ സുവിശേഷ ശുശ്രൂഷ കൃപയ്ക്കനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെയും ചെയ്യുന്നവരുണ്ടാവും, ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. ആ കൃപയിലൂടെ പങ്കിടുമ്പോഴാണ് അഭിഷേകവും പരിശുദ്ധാത്മ നിറവും സൗഖ്യവും മാനസാന്തരങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് കൃപയിൽ നിറഞ്ഞ് സുവിശേഷം പങ്കുവെക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു സുവിശേഷം അതുണ്ടാകരുതെന്ന് ആ വചനം പറയുന്നത്. ഗലാത്യ 1:8 പ്രസംഗിച്ചാൽ മറ്റൊരു സുവിശേഷം ആരെങ്കിലും പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അതായത് മറ്റൊരു സുവിശേഷം അതുണ്ട്, ലോകത്തിലുണ്ട്, ഉണ്ടാകും. അത് കൊടുക്കുന്നവരും സുവിശേഷത്തിനെതിരായ രീതിയിൽ, വചനത്തിനെതിരായ രീതിയിൽ തെറ്റായ പ്രബോധനത്തിൽ കൊടുക്കുന്നവനും കേൾക്കുന്നവനും ശാപത്തിലേക്ക് പോകുന്നവരാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഗലാത്യ 1:8 വചനം ശപിക്കരുതെന്ന് വചനത്തിൽ പറയുന്നുണ്ടെങ്കിലും അനുഗ്രഹിക്കണമെന്നാണ് ഈശോ പറയുന്നത്. പക്ഷേ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ശപിക്കപ്പെട്ടവരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് നിത്യാഗ്നിയിലേക്ക് പോകുവിനെന്ന്. അതുകൊണ്ട് വചനം കേട്ട് രസിക്കാനുള്ളതല്ല, അതൊരു ആത്മീയ ഭോജനപ്രിയരാക്കി തീർക്കാനുള്ള കാര്യമല്ല. ഇങ്ങനെ എല്ലായിടത്തും ഓടി നടക്കും. പക്ഷേ കിട്ടുന്നതനുസരിച്ച് കണക്ക് കൊടുക്കാൻ, ജീവിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ആത്മീയ ഭോജനപ്രിയർ ഇന്ന് അങ്ങനെയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ഭുത അടയാളം രോഗശാന്തിക്ക് വേണ്ടി മാത്രം. അതൊക്കെ നല്ലതാണ്, അത് ദൈവം പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ഒരു ആത്മീയതയോ അടിത്തറയോ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കലോ നമ്മുടെ സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷകളിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയുക. അത് എനിക്കുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. ആമേൻ, ആമേൻ.